ബാഹുബലി ദ എറ്റേണൽ വാർ. ബാഹുബലി എന്ന് പറയുന്ന സിനിമ, ബാഹുബലി ദ എപ്പിക് എന്ന് പറഞ്ഞ രണ്ട് സിനിമയും കൂടെ ചേർത്ത് ഒരൊറ്റ സിനിമയായിട്ട് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇന്റർവൽ പോർഷനിൽ അതിന്റെ ഒരു അനിമേറ്റഡ് സീരീസ്, ആ ഒരു ഫ്രാഞ്ചൈസി കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊരു അനിമേറ്റഡ് സിനിമ വരുന്നുണ്ടെന്നും അതിന്റെ ഒരു ഇന്റർവെല്ലിന്, ആ സിനിമയുടെ ഇന്റർവെല്ലിന് അതിന്റെ എന്താ പറയാ ഒരു ടീസർ അവർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം ഒഫീഷ്യലി അവർ യൂട്യൂബിൽ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ ഒരു ടീസർ കാണാം. സെയിം പ്രൊഡക്ഷൻ അവർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബട്ട് രാജമൗലി പ്രസന്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് 3D ആണോ? അല്ല, ഇത് നമ്മുടെ അതിനകത്തുള്ള പോർഷൻ തന്നെ. The big scene. Okay. ഇത് സെറ്റപ്പാണല്ലോ. ഓക്കെ, അതൊരു വേറെ വേൾഡിലോട്ട് മാറ്റിയവര്. അത് വിഷ്വൽസ്, അനിമേഷൻസ് ടോപ്പ് കേട്ടോ. എൻ്റെ മോനെ, വിഷ്വൽ ഇത് അനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയാം. അത് ബാഹുബലി അല്ലേ? ബാഹുബലി ഫേസ് കണ്ടു, പെർഫെക്റ്റ്. ഓ, മ്യൂസിക് എൻ്റെ മോനെ. ബാഹുബലി ദി എറ്റേണൽ വാർ. ഇത് ഇഷാൻ ശുക്ല. ആക്ച്വലി ഇദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഡയറക്ടർ. സ്റ്റോറിയൊക്കെ അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പ്രഭാസ് ആൻഡ് ശിവകാമി, അവർ രണ്ടുപേരെയാണ് സ്റ്റാർ കാണിച്ചിരിക്കുന്നത്. ബട്ട് ഇതിനകത്ത് നമ്മുടെ ബാഹുബലിയുടെ ക്യാരക്ടേഴ്സ് ആൻഡ് പുതിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു എന്താണ്, ബാഹുബലി ദ എപ്പിക്കിന്റെ മുന്നോടിയായിട്ട് അവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, റാണ, പ്രഭാസ് ആൻഡ് നമ്മുടെ രാജമൗലിയുടെ. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്, ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് ഒരു സീരീസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു എന്താ പറയാ, ഒരു ബാഹുബലി 3 എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഏറ്റവും വലിയ കാര്യം, ഈശാൻ ശുക്ല എന്ന് പറയുന്ന ആളെയാണ് രാജമൗലിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് തന്നെ, രാജമൗലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് ക്രാഫ്റ്റ്മാൻമാരിൽ ഒരാളാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇനി ഒരു ബാഹുബലി പോലൊരു പടം, അതിന്റെ അപ്പുറത്തോട്ടൊരു പടം വരിക എന്ന് പറയുന്നത് എനിക്കൊന്ന് രാജമൗലിക്ക് തന്നെ എത്രത്തോളം അത് സാധ്യമെന്ന് എനിക്കറിയില്ല. ബട്ട് അതുപോലൊരു പടമാണ് ബാഹുബലി. സോ അദ്ദേഹത്തിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരുന്ന ഒരു സാധനം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഉണ്ടായിരിക്കും. ഒരുപാട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുന്നത്, ഈ ഒരു കഥ സെലക്ട് ചെയ്യുന്നതും. ഒരു എന്താ പറയാ, ഏറ്റവും അവസാനമായിട്ടായിരിക്കും ഒരു ബാഹുബലി 3 ആയിട്ട് വരുന്നത്. സോ അതിനു മുമ്പായിട്ട്, അതിന്റെ മുന്നോടിയായിട്ടൊക്കെയാണ് ഈ എപ്പിക് എന്ന് പറയുന്ന സിനിമയൊക്കെ ഇപ്പൊ റിലീസ് ചെയ്തിപ്പിച്ചിരിക്കുന്നത്. ബട്ട് ഒരുപാട് പേര് അത് ഓവറായിട്ട് കട്ട് ചെയ്യുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ 3.5 മണിക്കൂർ ആക്കാന്നുള്ളത്, അല്ലെങ്കിൽ 3.25 മണിക്കൂർ ആക്കാന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. സോ എന്നാൽ പോലും ഈ ഒരു സാധനം ടോപ്പ്, അതായത് ഇതിന്റെ അനിമേഷൻസ് വേറെ ലെവലാണ്. അതൊരു ഇന്ത്യയിൽ വന്നിട്ടുള്ളതിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനിമേഷൻസ് ആണ് കാണുന്നത്. ഇത് വേറെ ലെവലായിരിക്കും. എസ്പെഷ്യലി അതിന്റെ ഒരു കഥ എന്താന്നുള്ളതും, ഇവരിങ്ങനെ ഒരു കഥ ചൂസ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഒരു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ കഥ അവർ ചൂസ് ചെയ്യുന്നുള്ളത്. അത് പക്ഷെ കൊള്ളാം. അമരേന്ദ്ര ബാഹുബലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറും
അത് ഇന്ത്യൻ സിനിമയിൽ അത് വേറൊരു ലെവൽ ക്യാരക്ടർ ആയിരിക്കും. പ്രഭാസിന് ഏതൊക്കെ സിനിമകൾ ചെയ്താലും ഇത് അദ്ദേഹത്തിന്റെ ഒരു ബെഞ്ച് മാർക്ക് പോലെ അയക്കുന്ന ഒരു കഥാപാത്രമാണ്. സോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല. എസ്പെഷ്യലി മ്യൂസിക്, ആ ബാഹുബലിയുടെ ഒരു മ്യൂസിക് ഇതിനകത്ത് നിന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് ടോപ്പായിരുന്നു. ഇതിന്റെ ഒന്നും പറയാനില്ല. ഇത് രാജ്മൗലി കൊണ്ടുവരുന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു പടത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. സോ കൊള്ളാം, ടീസർ കൊള്ളാം. കൂടുതൽ കാര്യങ്ങൾ വരട്ടെ. ഈ ഒരു അവസാനം, എൻഡിൽ ഏറ്റവും അവസാനം ബാഹുബലി 3 വരട്ടെ. സോ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ അഭിപ്രായം പറയാം.